സിനിമയിൽ എസ് രാജമൗലിയുടേതായി പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രമാണ് വാരണാസി. വാരണാസിയുടെ പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മഹേഷ് ബാബുവും സംവിധായകൻ എസ് രാജമൗലിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 2027 ഏപ്രിൽ 27-നാണ് ആഗോളതലത്തിൽ ചിത്രം റിലീസ് ചെയ്യുക. ഒരു ഭീമൻ ആക്ഷൻ ത്രില്ലറായാണ് ഈ ചിത്രം ഒരുക്കുന്നത്. വാരണാസിയുടെ ടീസറിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നായ വാരണാസിയുടെ ഡ്രോൺ ചിത്രീകരണത്തോടെയാണ് ടീസർ ആരംഭിക്കുന്നത്. കാളയുടെ പുറത്തു കയറി തൃശൂലം പിടിച്ചു നിൽക്കുന്ന രുദ്രനായി മഹേഷ് ബാബുവിന്റെ ശ്രദ്ധേയമായ ഒരു ചിത്രത്തോടെയാണ് ടീസർ അവസാനിക്കുന്നതും. മികച്ച ദൃശ്യവിസ്മയമായിരിക്കും ഈ ഒരു ചിത്രമെന്ന് ടീസറിൽ നിന്നും വ്യക്തമാണ്. 1300 കോടിയുടെ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. രുദ്ര എന്ന കഥാപാത്രമായി മഹേഷ് ബാബു എത്തുമ്പോൾ ഖുംബയായി പൃഥ്വിരാജും മന്ദാകിനിയായി പ്രിയങ്ക ചോപ്രയും ചിത്രത്തിലെത്തുന്നു. വില്ലനായി എത്തുന്നത് പൃഥ്വിരാജാണ്. എസ് രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ പ്രിയങ്ക ചോപ്ര നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. MM കീരവാണിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശ്രീദുർഗ ആർട്സ്, ഷോവിംഗ് ബിസിനസ് എന്നീ ബാനറുകളിൽ KL നാരായണ, SS കാർത്തികേയ എന്നിവർ ചേർന്നാണ് വാരണാസി നിർമ്മിച്ചിരിക്കുന്നത്. വ്യത്യസ്തവും അതിശയിപ്പിക്കുന്നതുമായ പ്രൊമോഷൻ തന്ത്രങ്ങൾക്കായി രാജമൗലി റിലീസ് ക്യാമ്പയിൻ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വാരണാസി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട റിലീസ് ഡേറ്റ് പോസ്റ്റർ ബാനറുകൾ രാജ്യത്തുടനീളം വലിയ ശ്രദ്ധ നേടിയിരുന്നു. 2027-ലാണ് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്നതിനാൽ പ്രേക്ഷകർക്ക് ഇനിയും അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെങ്കിലും അതിസാഹസികവും മഹത്തായ ദൃശ്യാനുഭവമായിരിക്കും ചിത്രം നൽകുകയെന്നാണ് റിപ്പോർട്ടുകൾ. വാരണാസി തന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മഹേഷ് ബാബു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചിത്രം എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒന്നായിരിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.